കൊച്ചിയിലെ സെയിൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും അതിനെക്കുറിച്ച് ഇൻഫോംഡ് ആയിരിക്കും. അവിടെ ഒരു കുട്ടി തട്ടമിട്ട് സ്കൂളിൽ വരുന്നു. അങ്ങനെ തട്ടം പോലെയുള്ള വിശ്വാസ ചിഹ്നങ്ങൾ കുട്ടികളുടെ വസ്ത്രത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കർശനമായി സ്കൂൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയോട് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന പൊസിഷൻ അവർ സ്വീകരിക്കുന്നു. PTA അതിനെ പിന്തുണയ്ക്കുന്നു. രക്ഷിതാവ് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത് വലിയ തർക്കമായി മാറുകയും അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിലയുറപ്പിക്കുന്നു. ഹൈബീഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ച നടത്തുകയും അവസാനം ഇതൊരു സാമുദായിക തർക്കമായി മാറുന്നു, വികസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ആ പ്രശ്നം അങ്ങനെ അവസാനിക്കുകയാണ്. പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാൻ അവർ നോക്കുന്നു. അതിനിടയിൽ പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ. ഗവൺമെൻറ് അഭിപ്രായം പറയുക പ്രധാനമാണ്. അപ്പോൾ അവിടുന്ന് DDയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് ചോദിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് പ്രകാരം കുട്ടികളുടെ തട്ടമിട്ട് വരുന്ന കുട്ടികളെ തടയാൻ സ്കൂളിന് കഴിയില്ല. അത് വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഭരണഘടനാ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വളരെ സ്ട്രോങ് ആയ ഒരു പൊസിഷൻ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നു. കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാട് എടുക്കാൻ കഴിയില്ല. പ്രിൻസിപ്പലിൻ്റെ തീരുമാനവും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനവും എല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയിപ്പോൾ സ്കൂൾ അതിനോട് പ്രതികരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊസിഷൻ അംഗീകരിക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭയുടെ മുഖപത്രം അതിനകത്ത് കുറച്ചുകൂടി കടന്ന ഭാഷയിലുള്ള പ്രയോഗങ്ങളുമായി ഇന്ന് മുഖപ്രസംഗം എഴുതുകയും ചെയ്യുന്നു. എന്തായാലും അതിനകത്ത് ഒന്ന് ഭരണഘടനാവകാശം പോലുള്ള സംഗതി ഒരു വശത്ത്, മറുവശത്തുള്ളത് അതിനെ എങ്ങനെ ഒരു എന്താണ് സാമുദായിക സംഘർഷ വിഷയമാക്കി വികസിപ്പിക്കാം എന്നാലോചിക്കുന്നവരുടെ അവർക്കൊരു ചാകര കിട്ടിയ മട്ടുമാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ആ വിഷയത്തിലേക്ക് പോകുന്നത്. ദൗസാബ് എന്താണ് തോന്നുന്നത്? ഒന്ന് ഈ പറയുന്ന ഭരണഘടനാ അവകാശം, പൗരാവകാശം, വിദ്യാഭ്യാസ അവകാശം പോലുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അതിനകത്തൊരു നിലപാട് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് സാമുദായികമായ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് എല്ലാവരും കുറച്ച് സൂക്ഷ്മതയും കരുതലും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്യണമെന്നാണ്. അതിനകത്തൊരു സെക്കുലർ സൊസൈറ്റിക്ക് ഒരു ആധുനിക സമൂഹത്തിന് എടുക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ എന്താണ്? പക്ഷേ അതിനകത്ത് ഇത് കുറച്ച് സങ്കീർണമായൊരു വിഷയമാണ്. നിയമപരവും ഭരണഘടനാപരവും വിശ്വാസപരവും ധാർമ്മികവും നൈതികവും ഒക്കെയുള്ള പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ അവർ ഹെഡ് സ്കാർഫ് എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണം അത് അനുവദിക്കുന്നില്ല, സ്കൂൾ അനുവദിക്കുന്നില്ല. സ്കൂൾ അത് ഇട്ട് വന്നതിന് ശേഷം സ്കൂളിൽ നിന്ന് കുട്ടിയെ പുറത്താക്കി. എന്നുവെച്ചാൽ തല മാത്രമേ തല മറയ്ക്കുക എന്നുള്ള യൂണിഫോം, സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്ത യൂണിഫോം ധരിക്കുന്നു. അത് കൂടാതെ തല മറയ്ക്കുന്ന ഒരു തുണിയും ഉണ്ടാകുന്നു. അതാണ് ഹിജാബ് അല്ലെങ്കിൽ ഹെഡ് സ്കാർഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത് ഇന്ത്യയിലെ ലോകത്തിന് വലിയ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും പല സ്വഭാവത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നതിനുള്ള സംഗതിയാണ്. അപ്പോൾ അതിൽ സ്കൂളിൻ്റെ വാദം എന്താണ്? യൂണിഫോമിൽ അതില്ല. ഈ സ്കൂളിൻ്റെ അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കാം എന്ന് എഴുതി ഒപ്പിട്ട ആളുകളാണ് അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സ്കൂളിലെ നോംസ് ആൻഡ് കണ്ടീഷന് വിരുദ്ധമാണ്. അപ്പോൾ ഞാൻ ആ നോംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കി. അപ്പോൾ അതിൽ യൂണിഫോമിനെ കുറിച്ച് സ്കൂൾ ഡയറിയിൽ എന്താണോ പറഞ്ഞത് അത് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ ഡയറി എടുത്ത് നോക്കുമ്പോൾ അതിൽ ആൺകുട്ടികൾ വസ്ത്രത്തിൻ്റെ ഡീറ്റെയിൽസ്, കളറൊക്കെ പറഞ്ഞു. പെൺകുട്ടികൾ ഹെഡ് സ്കാർഫ് ഉപയോഗിക്കരുതെന്ന് സവിശേഷമായിട്ട് പറയുന്നില്ല. പക്ഷേ പെൺകുട്ടികളുടെ യൂണിഫോം പറയുന്നിടത്ത് മുടി തോള് വരെ ഉണ്ടാകാൻ പാടില്ല, തോള് വരെ പിന്നി വെക്കണം, പോണിടൈൽ ആക്കിയിട്ട് 2 വശത്തേക്ക് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹെഡ് സ്കാർഫ് പറ്റില്ല എന്ന് പറയുന്നില്ല. ഹെഡ് സ്കാർഫ് ആണെങ്കിൽ ഇന്ന കളറായിരിക്കണം അങ്ങനെയും പറയുന്നില്ല. നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. എനിവേ, പക്ഷെ ഇതിലൊരു പ്രശ്നം, നിയമപരമായ സാങ്കേതികമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിഫോം സ്കൂളിൻ്റെ പ്രോസ്പെക്ട്സിൽ ഇത് പറയുകയാണ് ഹെഡ് സ്കാർഫ് പറ്റില്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന ചോദ്യമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന ഓരോ മതവിശ്വാസിക്കും അവരുടെ മതം ആചരിക്കാനും മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ 25. അത് മൗലികാവകാശമാണ്. അപ്പോൾ മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഒരു സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്റ്റേറ്റിന് തന്നെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള. അപ്പോൾ ആർട്ടിക്കിൾ 25 ഇന്ത്യൻ പൗരന് നൽകുന്ന മതം ആചരിക്കുവാനുള്ള അവകാശത്തിന് വിരുദ്ധമല്ലേ ഹെഡ് സ്കാർഫ് നിരോധിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ സബ്ജുഡൈസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 കർണാടകയിൽ ഹിജാബ് റോ ഓർമ്മയുണ്ടല്ലോ, അതിൽ കർണാടകയിൽ സർക്കാരാണ് അതിൽ ഇടപെടുന്നത്. ഹിജാബ് നിരോധിച്ചുകൊണ്ട് BJP സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിനെതിരെ പെൺകുട്ടികൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായി വിധിക്കുന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ 2 അംഗ ബെഞ്ചായിരുന്നു, സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിരുന്നു. ഒരു ജഡ്ജ്
കർണാടക സർക്കാരിൻ്റെ നടപടി അംഗീകരിച്ചു, മറ്റൊരു ജഡ്ജ് സമ്പൂർണ്ണമായി അതിനെ നിരാകരിച്ചു. കാരണം അതിൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആർട്ടിക്കിൾ 25 മൗലികാവകാശമാണ്, മതം ആചരിക്കാനുള്ള അവകാശം. പക്ഷേ അതിൽ ഏതെങ്കിലും നിലക്കുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻ വെക്കാൻ സ്റ്റേറ്റിന് ഉള്ള അധികാരം എവിടെയാണ്? അത് പബ്ലിക് ഓർഡർ, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി ഇതിനെ ബാധിക്കുമ്പോഴാണ് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സ്റ്റേറ്റിന് അധികാരം നൽകുന്നുള്ളൂ. അപ്പോൾ ഒരു ഹിജാബ് എങ്ങനെയാണ് ഈ പറയുന്ന പബ്ലിക് ഓർഡറിനെ അല്ലെങ്കിൽ മൊറാലിറ്റിയെ അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം പബ്ലിക് ഓർഡറിനെയോ ഹെൽത്തിനെയോ മൊറാലിറ്റിയോ ബാധിക്കാത്ത കാലത്തോളം അതിലിടപെടാൻ സ്റ്റേറ്റിന് അധികാരമില്ല എന്നുള്ളതാണ് ആ വാദം. അപ്പോൾ അതിൽ ഈ ആർട്ടിക്കിൾ 25 നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം, അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആർക്കും എന്തും ചെയ്യാം, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാമെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനാണ് ERP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ലീഗൽ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. 1954 ഒരു കേസ് തന്നെ, ഒരു തമിഴ്നാട്ടിലൊരു മഠവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ERP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. എന്നാൽ നിഷാദ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്ഥാപനമോ ഇടപെടുമ്പോൾ ഇതെൻ്റെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ, അനിവാര്യമായ മതപരമായിട്ടുള്ളൊരു പ്രാക്ടീസ് ആണോ എന്നുള്ള കാര്യം ആർക്ക് കോടതിക്ക് തീരുമാനിക്കാം. അപ്പോൾ അത് ഹെഡ് സ്കാർഫ് ERP ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലീഗൽ ക്വസ്റ്റ്യൻ. അതാണ് സുപ്രീം കോടതിയിൽ ഈ സ്പ്ലിറ്റ് വേർഡിക്റ്റ് വന്നതിന് ശേഷം അതിൽ ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക്, CJIയുടെ നേതൃത്വത്തിലുള്ള ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതുവരെ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ വേറെ കേരളത്തിൽ വേറെ 1-2 സംഭവങ്ങളുണ്ട്. 2016 ഒരു അംന ബിൻ ബഷീർ എന്ന് പറഞ്ഞൊരു കുട്ടി, അന്ന് CBSE ആയിരുന്നു ഈ മെഡിക്കൽ ടെസ്റ്റ്, എൻട്രൻസ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ CBSE യൂണിഫോം മീൻസ് ഈ വസ്ത്രധാരണത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ധരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറക്കി. അപ്പോൾ അതിൽ ഫുൾ സ്ലീവ് പാടില്ലായിരുന്നു, ഹെഡ് സ്കാർഫ് പാടില്ലായിരുന്നു. അപ്പോൾ അംന ബിൻ ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു മത്സരാർത്ഥി, ഒരു പരീക്ഷാർത്ഥി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഇത് എൻ്റെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല, ഈ ഹെഡ് സ്കാർഫ് ഇടാതെ ഫുൾ സ്ലീവ് ഇടാതെ എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റില്ല. ജസ്റ്റിസ് മുഷ്താഖാണ് അതിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ഇത് ഫുൾ സ്ലീവും ഹെഡ് സ്കാർഫും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്, അത് അംഗീകരിച്ചു കൊടുക്കണമെന്ന് എന്നുള്ള വിധിയാണ് വരുന്നത്. അംന ബിൻ ബഷീർ വേഴ്സസ് CBSE എന്ന കേസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ചില തമാശ എന്താണെന്ന് വെച്ചാൽ അത് 2016 2018 ഇതേ ജസ്റ്റിസ് മുഷ്താഖ് മറ്റൊരു വിധി പുറപ്പെടുവിക്കുന്നുണ്ട്. ഫാത്തിമ തൻസീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് കണ്ണൂർ ജില്ലയിലെ ഒരു നിർമ്മല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവർ ഹെഡ് സ്കാർഫ് ഇടാൻ അവിടുത്തെ മാനേജ്മെൻറ്റ്, എഗൻ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, അവർ യൂണിഫോമിൽ ഇതില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ കോടതിയെ സമീപിക്കുന്നു. ജസ്റ്റിസ് മുഷ്താഖ് തന്നെയാണ് അതും പരിഗണിക്കുന്നത്. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമല്ല എന്ന് 2018 ഇദ്ദേഹം വിധിക്കും. 2016 ഇദ്ദേഹത്തിൻ്റെ തന്നെ വിധിക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് അത് വരുന്നത്. അപ്പോൾ 2022 കർണാടക കേസിൽ ഈ മുഷ്താഖിൻ്റെ ഈ കേസ് ഭയങ്കരമായിട്ട് റഫർ ചെയ്യപ്പെട്ടിരുന്നു. എനിവേ ഇപ്പം സുപ്രീം കോടതിയുള്ള പരിഗണനയുള്ള ഒരു നിയമത്തർക്കമാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. സാമാന്യമായിട്ട് ഇപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത്, സ്കൂളുകളിൽ യൂണിഫോം വേണോ വേണ്ടയോ എന്നൊക്കെ തർക്കം വേറെയുണ്ട്. ഞാൻ യൂണിഫോം വേണ്ടെന്ന അഭിപ്രായക്കാരനാണ്. എന്തോ ആട്ടെ, യൂണിഫോം ആളുകളുടെ മതപരവും സാംസ്കാരികവുമായിട്ടുള്ള താല്പര്യങ്ങൾ, യൂണിഫോം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് ഈ അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു കളർ, ഇതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഉദാഹരണം ഫിഫയുടെ മത്സരങ്ങളിൽ സ്ത്രീകളുടെ വനിതകളുടെ മത്സരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്. യൂണിഫോമിൻ്റെ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊവിഷൻസ് ഉള്ള ഇതാണെന്നറിയാലോ. അപ്പോൾ അവർ മത്സരത്തിൽ ഇത് അനുവദിക്കുന്നുണ്ട്, ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒറ്റ നിബന്ധനയുള്ളൂ, ജേഴ്സിയുടെ കളർ പാറ്റേണിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം ഹെഡ് സ്കാർഫിൻ്റെ കളർ പാറ്റേൺ. ലോകത്ത് ഏറ്റവും അധികം നമ്മുടെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഏറ്റവും കാർക്കശ്യമുള്ള ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആർമി ആയിരിക്കും. ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഓർഗനൈസേഷൻ ആർമി. ഇന്ത്യയിൽ ക്രിസ്ത്യൻ സോൾജേഴ്സിന് എന്ത് അനുവദിക്കുന്നുണ്ട്? അവർക്ക് ടേബൻ അനുവദിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. അവർ ടേബൻ അനുവദിക്കുന്നുണ്ട്. സിഖ് ടേബൻ അനുവദിക്കുന്നുണ്ട്, താടി അനുവദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. അമേരിക്കയിൽ
മുസ്ലിം സോൾജേഴ്സിന് വനിതാ സോൾജേഴ്സിന് ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് അനുവദിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം വെച്ചപ്പോൾ പട്ടാളാണ് എല്ലാവരും ഇതാണ് എന്നുള്ള ഡയലോഗല്ല അവിടെ. അവനെ കൂടെ ഉൾക്കൊള്ളുക, അവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ്റെ തലപ്പാവ്, അതിനെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ സൈന്യം. യൂണിഫോം ഉണ്ടായിരിക്കത്തന്നെ ടേമിനും കൂടെ അത് അനുവദിക്കുകയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു വിശാലത അത്ഭുതകരമാണ്. അതാണ് ഇപ്പോൾ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഇൻഡിസ്പ്യൂട്ടബിൾ ഒരു നാഷണൽ എംബ്ലം എന്ന് പറയാവുന്ന ഒരു ഐക്കൺ എന്ന് പറയുന്ന സംഗതിയാണ്. ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗം അവർക്ക് ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല. അവരുടെ റിലീജിയസ് ബിലീഫ് അതിനെതിരാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് ചൊല്ലേണ്ടതില്ല എന്ന് വിധിച്ച സുപ്രീം കോടതിയാണ് നമ്മുടെ നാട്ടിലത്. അതാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1986. ഈ കോട്ടയം കിടങ്ങൂരിലെ NSS സ്കൂളിലെ 3 കുട്ടികൾ, ബിജോയ് ഇമ്മാനുവൽ, ബിനു ഇമ്മാനുവൽ, വേറൊരു കുട്ടി, ഒരു രക്ഷിതാവിൻ്റെ 3 കുട്ടികളാണ്. അവർ ദേശീയഗാനം ചൊല്ലാൻ സന്നദ്ധരായില്ല സ്കൂളിൽ. അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലാൻ സന്നദ്ധരായില്ല. ആ കുട്ടികളെ സ്കൂൾ പുറത്താക്കി. അതിനെതിരെ അവർ കേരള ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി സ്കൂൾ അനുകൂലമായി വിധിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി ബിജോയ് ഇമ്മാനുവലിന് അനുകൂലമായി വിധിക്കുന്നു. അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അവർ ചൊല്ലേണ്ടതില്ല എന്ന്. ഈ യഹോവ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രയർ ഗ്രൂപ്പിലാണ് മറ്റേ കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായത്, ഓർക്കണം. അപ്പോൾ അത്രത്തോളം വിശ്വാസത്തെ, യൂണിഫോമിറ്റിയെയും ഡിസിപ്ലിനെയും ഒക്കെ മാനിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ. ഒരു പൊളിറ്റിയിൽ തന്നെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് വരുന്ന പല കാര്യങ്ങൾ, ഷവർമ്മ വിരുദ്ധത, ഷവർമ്മയോട് ദേഷ്യം പിടിക്കുക, ഇങ്ങനെയൊക്കെ പല സംഗതികൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു സംഗതിയാണ് ഹെഡ് സ്കാർഫിനോടുള്ള ഈ ഈറ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നിയമപരമായി ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ക്രിസ്ത്യൻ ഇതാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുട്ടികൾ ഹെഡ് സ്കാർഫ് ഇടുന്നതിനെതിരെ മാധ്യമങ്ങളോട് വാതോരാതെ ഘോരഘോരം സംസാരിക്കുന്നത് ആരാണ്? ഹെഡ് സ്കാർഫ് ഇട്ട് വന്നിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ്. അതിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതിൽ നിയമപരമായുള്ള സാങ്കേതികമായുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൂ. ക്രിസ്ത്യൻ നേതൃത്വം ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നോക്കൂ, ഇവിടെയുള്ള അവരുടെ ഒരു കോ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, അവർ വളരെ പ്രധാനമെന്ന് കാണുന്ന, അവരെ സംബന്ധിച്ചുള്ള പ്രധാനമായുള്ള ഒരു തുണിക്കഷ്ണം അവരുടെ തലയിലിടാനുള്ള, അത് അനുവദിക്കാനുള്ളൊരു വിശാലത നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് നൈതികമായി, ധാർമ്മികമായി നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയുക എന്നവരാലോചിക്കണമെന്നാണ്. ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു തട്ടമിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് എന്ത് ഡിസിപ്ലിനാണ് അത് ബാധിക്കുക? ഏത് നിലക്കാണ് കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അതിനൊരു അക്കാഡമിക് ക്വാളിറ്റിയെ, അതിൻ്റെ ഒരു പെർഫോമൻസിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്നവരാലോചിക്കണം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇത് ഒരു തരം ഈറയാണ്, ഏതോ നിലക്കുള്ള ഒരു കാലുഷ്യം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ പ്രകടനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുള്ളൂ. ഈ തട്ട നിരോധനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ സ്കൂൾ മാനേജ്മെൻറ്റും സഭാ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളുണ്ടല്ലോ, ഇതേ ന്യായങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഈ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും അടിച്ചോടിക്കുവാനും അവരുടെ പ്രയർ അസംബ്ലികൾ തടസ്സപ്പെടുത്താനും RSSകാരും പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ ലോലമായ ന്യായങ്ങൾ പറഞ്ഞാണ് അവർ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അവർ മനസ്സിലാക്കുക എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അജിം സിന്ധു, ഈ കുട്ടി ഇനി അവിടെ പഠിക്കില്ല എന്ന് തീരുമാനിക്കാമെന്നിരിക്കുന്നു. പഠിക്കുന്നില്ല. അവർ ആ സ്കൂളിൽ നിന്ന് ഈ 2018 കോടതി വിധിയിൽ പറയുന്നൊരു കാര്യം, ഈ ദാവൂദ് നേരത്തെ ഉദ്ധരിച്ച കോടതി വിധിയുണ്ടല്ലോ, ഒരു സ്വകാര്യ സ്ഥാപനത്തോട് അവരുടെ ഡ്രസ് കോഡ് മാറ്റാൻ പറയാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് ജസ്റ്റിസ് മുഷ്താഖ് എന്ന് പറഞ്ഞത്. ആ കോടതി വിധിയാണ് സ്കൂളിൻ്റെ അഭിഭാഷകയും സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഇന്ന് ഉദ്ധരിക്കുന്നത്. 2018 വിധിയുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, മന്ത്രി ശിവൻകുട്ടി ഞങ്ങൾക്ക് ഉത്തരവിട്ടത് ശരിയായില്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ഞങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു വിട്ടിട്ടില്ല, സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ മന്ത്രി ശിവൻകുട്ടി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ഈ DDയുടെ റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. ഈ കുട്ടി തട്ടമിട്ട് വന്നതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല, പറഞ്ഞു വിട്ടിട്ടില്ല, സ്കൂളിൽ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ് ഇപ്പോഴും കുട്ടിയെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൻ്റെ റോൾ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമ്പോഴാണോ കുട്ടി പുറത്താവുന്നത്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോഴാണോ? അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണെന്ന്. ഇതിൽ മറ്റൊരു പ്രശ്നം, ഈ
യൂണിഫോം, ഞാനും ഈ യൂണിഫോമിന് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരാളാണ്. അത് പലതരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ സെൽഫ് എക്സ്പ്രഷനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് യൂണിഫോം എന്നുള്ളത്. അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പല രാജ്യങ്ങളിൽ യൂണിഫോം ഇല്ല സ്കൂളുകളിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡിബേറ്റ് തന്നെയാണ്. ആ കുട്ടി ഇനി ആ സ്കൂളിൽ നിന്ന് പോവുകയാണെന്ന് കരുതുക. ആ കുട്ടി പിന്നെ എങ്ങോട്ടാണ് പോവുക? തട്ടമിടാൻ പറ്റുന്ന ഒരു സ്കൂളിൽ പോകും. അപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കഴിഞ്ഞൊരു 40 വർഷത്തിനിടെ ഉണ്ടായ ഒരു മാറ്റം, പ്രധാനപ്പെട്ട മാറ്റം, സമുദായ സംഘടനകൾ, മതസമൂഹങ്ങൾ ധാരാളമായി സ്വകാര്യ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്വകാര്യ സ്കൂളിൽ ഉണ്ടാക്കുന്ന ഒരു അപകടം നമ്മുടെ നാട്ടിൽ നിലനിന്നൊരു കോഎക്സിസ്റ്റൻസ് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ടായിരിക്കും തട്ടയിടാൻ പറ്റുന്ന ഒരു സ്കൂളിലേക്ക് പോവുക? അവിടെ കൂടുതലും തട്ടമിടുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടി കണ്ടു വളരുന്ന ആരായിരിക്കും? തട്ടമിട്ട കുട്ടികളെ മാത്രം കണ്ടു വളരും. ഇനി ഈ സ്കൂളിൽ തട്ടമിടാത്ത കുട്ടികൾ വരാതിരിക്കുന്ന സ്കൂളിൽ തട്ടമിടാത്ത കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചില പ്രത്യേക സമുദായങ്ങളിലെ ആളുകൾ മാത്രമായി സ്കൂളിൽ പഠിക്കുക, ചില പ്രത്യേക സമുദായങ്ങൾക്ക് മാത്രം വേറെ സ്കൂളുകൾ ഉണ്ടാവുക. ഇത് ഈ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ 40 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ജനറേഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ അതിനെത്ര ദോഷമുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യരെ കണ്ടാണ് വളരുന്നത്, അവരുടെ ഒപ്പം ഇരുന്ന് പഠിച്ചാണ് വളരുന്നത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെ തട്ട ഇട്ടതോ ഇല്ലാത്തതോ, ഇനി സിക്കുകാരനായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്കതൊരു അസ്വസ്ഥതയല്ല. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന 2 പേര്, ഒരാളൊരു പള്ളിയിലച്ഛനാണ്, സന്യാസം സ്വീകരിച്ച ഒരാളായിരുന്നു, മറ്റ് 2 പേര് കന്യാസ്ത്രീകളായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പള്ളിയിലച്ഛൻ ഒരിക്കലും ലോഹ ഇട്ടല്ല ക്ലാസ്സിൽ വരിക, അയാൾ പാൻറ് ഷർട്ട് ഇട്ടാണ് അവർ. മറ്റ് 2 പേരും അവർ ക്ലാസ്സിൽ വരുമ്പോൾ പോലും ഈ യൂണിഫോം ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അങ്ങനെ ആ PG പഠിക്കുമ്പോൾ ആ കോളേജിൽ അങ്ങനെ യൂണിഫോം സിസ്റ്റം ഉണ്ടായിരുന്നു, ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇനി ഈ പറയുന്ന കന്യാസ്ത്രീകൾ, ഇപ്പോൾ PGക്ക് പഠിക്കുന്ന കന്യാസ്ത്രീകളുണ്ട്, ആ കോളേജിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ഇവർ ഈ സഭാവസ്ത്രം അഴിച്ചു വെച്ചിട്ട് പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷമായി, പ്രത്യേകിച്ചും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ വർഗീയത ഊതി കത്തിച്ചുകൊണ്ട ആൾക്കാരെ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് വല്ലാണ്ട് എക്സ്പോസ്ഡായി. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള കുറേ അധികം കളികൾ കേരളത്തിൽ നടന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി മാത്രമല്ല ആ ക്യാമ്പയിൻ ഉണ്ടായത്. ആ ക്യാമ്പയിൻ അത്ര വിജയിക്കില്ല എന്ന് തോന്നലുണ്ടാക്കി. മാത്രവുമല്ല, ഈ വർഷം തന്നെ ഉത്തരേന്ത്യയിൽ നടന്ന കുറേ അധികം സംഭവങ്ങളിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയായി മാറി. വരാൻ പോകുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി അന്ന് ആളെ കത്തിച്ച് നോക്കാം എന്ന് ചിലർ ശ്രമിക്കുന്നതാണോ ഇതിൻ്റെ പിന്നിൽ നമുക്കറിയില്ല. പക്ഷേ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിലൂടെ അത് ഏതാണ്ട് കെട്ടടങ്ങിയെന്നാണ് തോന്നുന്നത്. ഏതാണ്ട് കെട്ടടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടിയുടെ പിതാവ് സെറ്റ് ബാക്ക് ചെയ്തോടി ആ പ്രശ്നം തീർന്നു. പക്ഷേ ആ പ്രശ്നം ഇനിയും ആളിക്കത്താൻ സാധ്യതയുണ്ടെന്നാണ് ദീപികയുടെ മുഖപത്രം നമുക്ക് വായിക്കുമ്പോൾ, മുഖലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതിൽ പറയുന്നത് നമസ്കാരമുറികൾ അടച്ചിട്ടും മതശാഠ്യം, പുതിയ മതശാഠ്യം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ, അതായത് അത് ഇനിയും ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ലേഖനം വരുന്നത്. പക്ഷേ കേരളത്തിൽ ഇനി അതങ്ങനെ വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനിപ്പോൾ അത് എടുക്കാൻ ആൾ കുറവാണ്, മുമ്പത്തെ പോലെ 2 വർഷം മുമ്പുള്ളതുപോലെ അതെടുക്കാൻ ആൾ കുറവാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനി ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകും. ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, തട്ടമിട്ട കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഇനിയും അതിന് സാധ്യതയുണ്ട്. യെസ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ ഈ വിവാദത്തിന് നടുക്ക് നിർത്തുക, എന്നിട്ട് ഒരു ദിവസം സ്കൂൾ അധികൃതർ നീ ക്ലാസ്സിന് പുറത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമ എന്തായിരിക്കുമെന്ന് പരിഗണിക്കാനുള്ള ബാധ്യത ടീച്ചേഴ്സിനില്ല എന്ന് പറയുന്ന ചോദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഹൈബിയുടെ MP-യുടെ നേതൃത്വത്തിലാണ് ഒരു സമവായ യോഗം വിളിച്ചു ചേർത്ത്. ഹൈബിയൊക്കെ നിർദ്ദേശിച്ചത് തട്ടമിടാതെ വന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് കുടുംബത്തോട്. അപ്പോൾ അതിനകത്ത് തട്ടം ഒരു അസ്പർശ്യ വസ്തുവാണെന്ന് പറഞ്ഞ പൊതുവികാരം സൃഷ്ടിക്കുന്നതിൽ ഹൈബി അടക്കമുള്ള ആളുകൾ പങ്കാളിത്തം വഹിച്ചു എന്നുള്ള വിമർശനാത്മകമായ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എന്തായാലും അത് വലുതാകുന്നു എന്ന ഭയപ്പാടോടെ കുടുംബം അതിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായത്. അപ്പോൾ ഈ ചർച്ചയും അതിന് പരിഹാരത്തിന് കണ്ടെത്തിയ ഫോർമുലയും എന്തുമാത്രം നമ്മുടെ ഒരു പാരസ്പര്യ ജീവിതത്തിന് ഗുണപരമാകുന്നതാണ് എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്.